മാധവ കുഞ്ചവിഹാര ഗോപീജനവല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന മുനതീരാവനചാരി ജയ രാധ മാധവ കുഞ്ചവിഹാരി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ജയ ഗുരുദേവാ ജയ പതിപ്പവൻ ശ്രീല ഗുരുദേവ ജയ പ്രഭുപദാ ജയ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപദ ജയ ജയ പ്രഭുപാ ജയ പ്രഭുപാ ജയ ഓം വിശ്വപാദ പരമഹംസ പരിവർഗാചാര്യ അശോക് ശ്രീ അഭയ ചരണാരവിന്ദ ഭക്തി സിദ്ധാന്ത ഗോസ്വാമി മഹാരാജ് കി ജയ ജയ ഓം വിശ്വപാദ പരമഹംസ പരിവർഗാചാര്യ അശോക് ശ്രീ അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ की जय नमाचार्य हरिदास ठाकुर की जय अनंत कोटि वैष्णव वृंद की जय नित्याय गौर सीतानाथ प्रेमानंदे हरि हरि बोल जगन्नाथ बलदेव सुभद्रामई की जय गुरुवायूरप्पन की जय नरसिंहदेव भगवान की जय लड्डू गोपाल की जय पंचतत्व भगवान की जय अनंत कोटि वैष्णव वृंद की जय नित्याय गौर सीतानाथ प्रेमानंदे हरे कृष्ण അപ്പോൾ ഇന്നലെ നമ്മൾ വളരെ മഹത്തായ ഗോവർദ്ധന ഉദ്ധാരണം ഇത്യുക്തേന ഹസ്തേന കൃത്വാ ഗോവർത്തനാജലം ദധാര ലീലയാ കൃഷ്ണ ചത്രാകം ഇവ ബാലകം അല്ലെ ഭഗവാന്റെ ആ ലീലയിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ബാല്യലീലയിൽ 7 വയസ്സുള്ളപ്പോൾ ഭഗവാൻ എന്താണ് ഇത്യുക്തേന ഹസ്തേന ആ ചെറുവിരൽ ഭഗവാന്റെ ഗോവർദ്ധന പർവ്വതം ഉയർത്തി. അതാണ് ഇന്നലെ കണ്ടത്. ഇന്ന് അത്ഭുത കൃഷ്ണൻ എന്നാ പറഞ്ഞു. ഏതാണ് അത്ഭുത കൃഷ്ണനാണല്ലോ. അങ്ങനെയുള്ള അത്ഭുത കൃഷ്ണനെ നമുക്ക് നോക്കാം എന്താണെന്ന്. കൃഷ്ണൻ നന്ദമഹാരാജാവ് ഗർഗമുനിയിൽ നിന്നറിഞ്ഞ വിവരങ്ങൾ വെച്ച് ഗോപന്മാരോട് കൃഷ്ണന്റെ ഐശ്വര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ഈ അധ്യായത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. അതാണ് ഈ അധ്യായത്തിന്റെ ചുരുക്കം എന്നുള്ളത്. ആ കൃഷ്ണന്റെ പ്രഭാവങ്ങളെക്കുറിച്ചോ അനിരിത സാധാരണങ്ങളായ ആധ്യാത്മിക ഐശ്വര്യങ്ങളെക്കുറിച്ചോ അനഭിജ്ഞരായ നിഷ്കളങ്കരായ ഗോപന്മാർ അദ്ദേഹത്തിന്റെ അമാനുഷമായ അത്ഭുത കൃത്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി. അതാണ് അത്ഭുത കൃഷ്ണൻ. അമാനുഷികമായിട്ടുള്ള ആ അത്ഭുത കൃഷ്ണൻ
കൃഷ്ണന്റെ ഐശ്വര്യങ്ങളെക്കുറിച്ചും, ഷഡൈശ്വര്യങ്ങളാണ്. അതൊക്കെയാണ് ഷഡൈശ്വര്യങ്ങൾ. അറിയാമോ ആർക്കെങ്കിലും ഷഡൈശ്വര്യങ്ങൾ? ഭഗവാന്റെ ഐശ്വര്യങ്ങൾ ഏതൊക്കെയാണ്? ഹരേ കൃഷ്ണ, പറയൂ. മറന്നുപോയി പ്രഭുജി, അറിയായിരുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോറി ഒരു 2 മിനിറ്റ്. ഏതൊക്കെയാണ് ഷഡൈശ്വര്യങ്ങൾ? അറിയാമോ? ഭഗവാന്റെ ഷഡൈശ്വര്യങ്ങൾ ഇതൊക്കെ അറിയേണ്ടതാണ്. എന്തൊക്കെയാണ്? ബലം, കീർത്തി, ധനം, ജ്ഞാനം, സൗന്ദര്യം, ത്യാഗം, എല്ലാ വിഭൂതികളും 6 തികഞ്ഞവൻ എന്നാണ് കൃഷ്ണൻ. അതാണ് ഭഗവാൻ എന്ന വാക്കിന് പരാശര മുനി. ഏതൊക്കെയാണ് പ്രഭുജി, ഒന്നുകൂടെ പറയോ? അതായത് ഭഗവാൻ എന്ന വാക്കിന് പരാശര മുനി നൽകുന്ന നിർവചനമാണ് ഷഡൈശ്വര്യങ്ങളായ ബലം, എല്ലാത്തിലും ബലം, ശക്തി. പിന്നെ കീർത്തി. ബലം, കീർത്തി, ധനം, ജ്ഞാനം, ശക്തിയില്ല, ബലം, കീർത്തി. അതന്നെ ബലം എന്ന് പറയുന്നത്. ബലം, കീർത്തി, ധനം, ജ്ഞാനം, സൗന്ദര്യം, ത്യാഗം ബലം, കീർത്തി, ധനം, ജ്ഞാനം, സൗന്ദര്യം, ത്യാഗം. ഇത്രയും വിഭൂതികൾ, 6 വിഭൂതികളും തികഞ്ഞതാണ് ഭഗവാൻ. സൗന്ദര്യം, ത്യാഗം, ഈ 6 ഐശ്വര്യങ്ങളും ഭഗവാൻ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഭഗവാനെ ഷഡൈശ്വര്യം, എല്ലാ വിഭൂതികളും നിറഞ്ഞവൻ. ആ ഭഗവാന്റെ ശക്തി, കൃഷ്ണന്റെ ആ ശക്തിയെക്കുറിച്ച് അറിയാത്ത ഗോപന്മാർ അവന്റെ അസാധാരണങ്ങളായ പ്രവൃത്തികൾ കണ്ട് അത്ഭുത പരവശരായി. ആ കൃഷ്ണനെ പോലെ 7 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി പർവ്വതമെടുത്തുയർത്തിയതും പൂതനയെപ്പോലുള്ള അസുരരെ വധിച്ചതും വൃന്ദാവനവാസികൾ ഏവരുടെയും ഹൃദയങ്ങളെ അതിയായി ആകർഷിച്ചതുമൊക്കെ കണ്ടപ്പോൾ അവരിൽ സംശയമുണർന്നു. കൃഷ്ണൻ അങ്ങനെ ഈ ഗോപസമൂഹം പോലെ ഇണങ്ങാത്ത സാഹചര്യത്തിൽ പിറന്നുവന്ന് അവർ കുഴങ്ങി. നന്ദഗോപരെ സമീപിച്ച് അവരിതൊക്കെ ഉണർത്തിച്ചപ്പോൾ ഗർഗമുനി കൃഷ്ണനെ കുറിച്ച് പറഞ്ഞതൊക്കെ നന്ദൻ അവരെ അറിയിച്ചു. കഴിഞ്ഞ 3 യുഗങ്ങളിൽ നന്ദന്റെ പുത്രൻ വെളുത്തിട്ടും ചുവന്നിട്ടും പീതവർണ്ണത്തിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന്, ഈ ദ്വാപരയുഗത്തിൽ കൃഷ്ണരൂപത്തിൽ കാർവർണ്ണനായി ജനിച്ചിരിക്കുന്നുവെന്നും ഗർഗമുനി പറഞ്ഞിരുന്നു. വാസുദേവരുടെ പുത്രനായി അവതരിച്ചതിനാൽ അവന്റെ നാമങ്ങളിലൊന്നും വാസുദേവൻ എന്നാണ്. അവന്റെ ഗുണങ്ങൾക്കും പ്രവൃത്തികൾക്കും ചേർന്ന വിധം അവന് എണ്ണമറ്റ നാമങ്ങൾ വേറെയുണ്ട്. ഗോകുലത്തിലുണ്ടാവുന്ന പലതരം വിവിത്തുക്കളെ കൃഷ്ണൻ തടയുമെന്നും അതിരറ്റ മംഗളം പരത്തുമെന്നും ഗോപീഗോപന്മാരുടെ ആനന്ദം വർദ്ധിപ്പിക്കുമെന്നുമാണ് ഗർഗമുനി പ്രവചിച്ചിരുന്നത്. പണ്ടൊരു കാലത്ത് ഹീനരായ കൊള്ളക്കാർ ബ്രാഹ്മണരെ ഉപദ്രവിച്ചപ്പോൾ
അതായത് ശരിയായ ഒരു ഭരണാധികാരി ഇല്ലാത്ത നാട്ടിൽ അതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. കൃഷ്ണൻ അവർക്ക് സുരക്ഷ പ്രദാനം ചെയ്തു. വിഷ്ണു സ്വന്തം വശത്തുള്ള ദേവന്മാരെ ആകാശവാസികളായ അസുരർക്ക് ഒരിക്കലും തോൽപ്പിക്കാനാവില്ല. അതുപോലെ കൃഷ്ണനെ സ്നേഹിക്കുന്നവരെ ഒരു ശത്രുവിന് പോലും തോൽപ്പിക്കാനാവില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ കൃഷ്ണനെ ഭഗവാനിൽ ശരണാഗതി പ്രാപിച്ച് ഭഗവാന്റെ സേവനങ്ങൾ, ഭഗവാനെ നമുക്ക് വളരെ ഭക്തിയോ പുരസ്സരം ഭഗവാനെ സേവിക്കുകയാണെങ്കിൽ ഭഗവാൻ അങ്ങനെ ഒരു ഭക്തനെ ഭഗവാൻ കൈവിടില്ല. അതാണ് നമേ ഭക്ത പ്രണശ്യതി. ആർക്കും ഭഗവാനെ തോൽപ്പിക്കാൻ പറ്റില്ല അങ്ങനെ ഭക്തനെ. പക്ഷെ ആ ഭക്തൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ആത്മാർത്ഥതയോടെ ഭഗവാനോടുള്ള ആ സ്നേഹ പുരസ്സരം ചെയ്യുന്ന ഭക്തിയുത സേവനങ്ങളായിരിക്കണം. അതിൽ പ്രാധാന്യമുള്ളത് നാമജപമാണ്. ശ്രവണം, കീർത്തനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതിൽ നവവിധ ഭക്തിയിലൂടെ ഭഗവാനെ സേവിക്കണം. അതിൽ വളരെയേറെ പ്രാധാന്യമുള്ളതാണ് ശ്രദ്ധ, അല്ലെങ്കിൽ ശ്രവണം, പിന്നെന്താ ശ്രവണം, കീർത്തനം. നമ്മൾ നാവ് കൊണ്ട് ഭഗവാന്റെ നാവ് ജപിക്കുക, ഉറക്ക നാമം ജപിക്കുക. ശ്രവണം, ശ്രദ്ധിക്കുക. ഏതൊരു കാര്യവും വളരെ പ്രാധാന്യത്തോടെ അത് ശ്രദ്ധിക്കുക. ഭഗവാന്റെ കാര്യമാണെങ്കിലും ആണ് പറയുന്നത്. ഭഗവാൻ താല്പര്യമുള്ള ആ ഒരു സത്സംഗം നമ്മുടെ കർണത്തിലേക്ക് പിപത രസായനം, ആ രസായനം ഒഴിച്ചു കൊടുക്കണം. അതാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ ഉള്ളവരോട് അവർക്ക് ഭഗവാൻ സുരക്ഷ പ്രദാനം ചെയ്തിരിക്കുന്നവരുള്ളത്. വിഷ്ണു സ്വന്തം വശത്തുള്ള ദേവന്മാരെ ആകാശവാസികളായ അസുരന്മാർക്ക് ഒരിക്കലും തോൽപ്പിക്കാനാവില്ല. ഒരിക്കലും ആസുരിക സ്വഭാവമുള്ളവർക്ക്, അതായത് സുരന്മാരും അസുരന്മാർ ആയിട്ടുള്ളവര് സുരന്മാരെ ഉപദ്രവിക്കും. അപ്പൊ സുരന്മാർക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരിക്കലും ഏത് ശത്രുവിന് പോലും തോൽപ്പിക്കാനാവില്ലെന്നാണ് പറഞ്ഞത്. ഐശ്വര്യത്തിലും ശക്തിയിലും പിന്നെ ഭക്തവാത്സല്യത്തിലും കൃഷ്ണൻ നാരായണ തുല്യനാണ്, അല്ലെ? ഗർഗമുനിയുടെ പ്രസ്താവനകളിൽ അത്യധികം അത്ഭുതപ്പെട്ടു അത്യരറ്റ ആഹ്ലദിച്ചും പരമപുരുഷനായ നാരായണന്റെ അതിശക്തനായ പ്രതിനിധി യാവും കൃഷ്ണൻ എന്ന നിഗമനത്തിൽ ഗോപന്മാർ എത്തിച്ചേർന്നു. അവർ കൃഷ്ണനെയും നന്ദമഹാരാജനെയും വണങ്ങി. അപ്പൊ ഇതാണ് ഈ ക്ലാസ്സിൽ നിന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ. അതായത് കൃഷ്ണന്റെ പ്രഭാവങ്ങളെ കുറിച്ച്, അനിരിത സാധാരണങ്ങളായ ആധ്യാത്മിക ഐശ്വര്യങ്ങളെ കുറിച്ച് അനഭിജ്ഞരായ നിഷ്കളങ്കരായ ഗോപന്മാർ അദ്ദേഹത്തിന്റെ അമാനുഷമായ അത്ഭുത കൃത്യങ്ങളെ പറ്റി, അതാണ് 7 വയസ്സിൽ ഭഗവാൻ ഗിരിഗോവർദ്ധനം ഉയർത്തി, പിന്നെന്താ കാളിയന്റെ തലയിൽ നൃത്തമാടി, ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. കാളിയമർദ്ദനമൊക്കെ അങ്ങനെ പല പല ലീലകൾ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓർക്കുമ്പോൾ ഈ മഹാൻ തനിക്കിണങ്ങാത്ത മട്ടിൽ നമ്മുടെ ഇടയിൽ വന്ന് പിറന്നു വളർന്ന് എങ്ങനെ ഇത് സാധ്യമാണോ ഓർത്തു നോക്കൂ. ഇപ്പോഴവന് വയസ്സ് 7 ആയിട്ടുള്ളൂ. വാരണ ശ്രേഷ്ഠൻ താമരപ്പൂവിനെ എന്ന പോലെ ഗോവർദ്ധനഗിരി ഒറ്റ കയ്യിൽ ഉയർത്തിപ്പിടിക്കാൻ അവൻ എങ്ങനെ കഴിഞ്ഞു? ഒരു താമരപ്പൂ പൊക്കിപ്പിടിക്കുക എന്നത് ആനയ്ക്ക് എത്രയോ നിസ്സാരം. അതുപോലെ അല്പം പോലും ആയാസമില്ലാതെ അവൻ ആ ബൃഹത്തായ പർവ്വതം ഒറ്റയ്ക്ക് കൊണ്ട് ഉയർത്തിയിരിക്കുന്നു. ശിശുവായിരിക്കുമ്പോൾ മുതൽ അവൻ കാണിച്ചിരുന്ന അത്ഭുതങ്ങൾ എത്ര വേണമെങ്കിലുമുണ്ട്. കണ്ഠമെഴിക്കാതെ ഇളം പ്രായത്തിലല്ലേ പൂതന എന്ന രാക്ഷസിയുടെ മുലപ്പാലിനൊപ്പം അവളുടെ പഞ്ചപ്രാണങ്ങളെയും വലിച്ചെടുത്ത് അവളെ നിഗ്രഹിച്ചത്. കാലം ജീവാത്മാക്കളെ എന്ന പോലെ 3 മാസം പ്രായമുള്ളപ്പോഴാണ് വിശന്നപ്പോൾ മുലപ്പാൽ കൊടുക്കാൻ കിട്ടാത്തതിന്റെ ദേഷ്യം പിടിച്ച ഒരൊറ്റ ചവിട്ട് കൊണ്ട് ഒരു വലിയ കൈവണ്ടി തകർത്ത് തരിപ്പണമാക്കിയത്. ശകടാസുരന്റെ കഥ. അങ്ങനെ പല പല അസുരന്മാരെയും കൊന്നിട്ട് ആ ലീലകളൊക്കെ നമുക്ക് എന്തിനാ കാണിച്ചത്? കൊടുങ്കാറ്റായി വന്ന തൃണാവർത്തൻ ഇവനെ കൊല്ലാനായി ആകാശമാർഗത്തിലൂടെ വന്നപ്പോൾ ആ അസുരന്റെ കഴുത്ത് ഞെക്കിക്കൊന്നത്. ഇവനെ കേവലം 1 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ഒരു നാൾ വെണ്ണ കെട്ടുന്നതിന് അമ്മ ഇവനെ ഉരലിൽ കെട്ടിയിട്ടത്, അല്ലെ? ദാമോദര ലീല. ആ യശോദാമായി ആ ഭഗവാനെ ദാമോദരനെ ഉരലിൽ കെട്ടിയിട്ടു, അല്ലെ? എല്ലാവർക്കും ആ കഥ അറിയാവുന്നതാണ്. ആ ഉരലും വലിച്ചുകൊണ്ട് യമളാർജുനൻ എന്ന ഇരട്ട മരുത് മരങ്ങൾക്കിടയിൽ കടന്ന് അവ രണ്ടും മറിച്ചിട്ടു. ബലരാമനോടൊത്ത് വനത്തിൽ കാലിമേയ്ക്കുമ്പോൾ കൊല്ലാനെത്തിയ ബകാസുരന്റെ കൊക്കു രണ്ടും പിടിച്ച് 2ആയി വലിച്ചു കീറി എറിഞ്ഞു.
കൃഷ്ണനെ കൊല്ലാനായി പശുക്കുട്ടികളുടെ ഇടയിൽ അവയുടെ രൂപത്തിൽ കടന്നുകൂടിയ വത്സാസുരനെ കൈയോട് പിടികൂടി മരത്തിലടിച്ചു കൊന്നു. അല്ലേ? നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ് കണ്ടതാണ്. ആ ബലറാം എന്താ അതിനെ ആ കഴുതയെ പിടിച്ച് മരത്തിലടിച്ചു കൊന്നത്. ഇങ്ങനെയുള്ള കഥകളെല്ലാം ഇങ്ങനെ ഈ ബലരാമനുമെത്തി താലവനത്തിൽ പ്രവേശിച്ചപ്പോൾ കഴുതയുടെ രൂപമുള്ള ധേനുകാസുരൻ അവരെ ആക്രമിച്ചു. അതാണ് ധേനുകാസുരനെ ആക്രമിച്ചതും കൊന്നതും. വൃന്ദാവനവാസികൾ പ്രാപ്യമാക്കി തീർത്തു. ഗോപന്മാരുടെ ഇടയിൽ സൂത്രത്തിൽ കടന്നുകൂടിയ പ്രലംബാസുരനെ ബലരാമനെ കൊണ്ട് കൊല്ലിച്ചു. പ്രലംബാസുരന്റെ കഥ, ധേനുകാസുരന്റെ കഥ, ശകടാസുരന്റെ കഥ, ഗോവർദ്ധന പർവ്വതം ഉയർത്തിയത്, പിന്നെന്താ പൂതനാമോക്ഷം, പൂതനയ്ക്ക് ഇത് കൊടുത്തത്, പിന്നെന്താ അങ്ങനെ പല പല ലീലകൾ, എന്തെല്ലാം ലീലകളാണ്. പിന്നെ ദാമോദര ലീല, യമളാർജുനന്മാരെ കൊന്നത്, ബഗാസുരന്റെ കൊക്കു രണ്ടും പിടിച്ച് 2ആയി വലിച്ചു കീറി. ഇങ്ങനെയുള്ള കഥകൾ എത്രയോ കഥകൾ കേട്ടു. ഇതൊക്കെ എന്തിനാ? ഇതെല്ലാം ധർമ്മം അല്ലെങ്കിൽ അസുരന്മാരെ കൊന്ന് അസുരന്മാർക്ക് ഭക്തന്മാർക്ക് അവർക്ക് സംരക്ഷണം കൊടുക്കുക എന്ന ലക്ഷ്യത്തിലാണ്. അപ്പൊ അതിനെന്താ, ബലരാമനെ കൊണ്ട് കൊല്ലിച്ച് കത്തിപ്പടർന്ന കാട്ടുതീയിൽ നിന്ന് ഗോക്കളെയും ഗോപാലന്മാരെയും രക്ഷിച്ചു. അതെ, ബ്രഹ്മമോഹന ലീല. യമുനാജലം വിഷയമാക്കി തീർത്ത കാളിയന്റെ ദർപ്പമടക്കി അവനെ യമുനയിൽ നിന്ന് ഓടിച്ച് യമുനാജലം വിഷമുണ്ടാക്കി. അതാണ് കാളിയമർദ്ദനം, കാളിയന്റെ ലീല. ആ ദർപ്പം അടക്കി അവനെ യമുനാദിയിൽ നിന്ന് ഓടിച്ചു. പിന്നെന്താ, അപ്പോൾ മറ്റൊരു ഗോപൻ നന്ദനോട് പറഞ്ഞു, പ്രിയപ്പെട്ട നന്ദ, അങ്ങയുടെ ഈ പുത്രനിൽ ഞങ്ങൾ ഏറെ ആകർഷനായിരിക്കുന്നു. ഞങ്ങൾ അവനെ മറക്കാൻ നോക്കി, എന്നാൽ സാധിക്കുന്നില്ല. കൃഷ്ണനോട് ഞങ്ങൾക്ക് സ്വാഭാവികമായി തന്നെയുള്ളതാണ് ഈ പ്രേമം. അതാ ജന്മനാ കിട്ടിയ ജന്മസിദ്ധമാണ് ഭഗവാനോടുള്ള അല്ലെങ്കിൽ കൃഷ്ണനോടുള്ള കൃഷ്ണ പ്രേമം. ആ പ്രേമം ഒന്ന് ആലോചിച്ച് നോക്കൂ. കേവലം 7 വയസ്സുള്ള ബാലൻ എവിടെ? അതിബൃഹത്തായ ഗോവർദ്ധന ഗിരിയെ എവിടെ? എത്ര അനായാസമാണ് അവൻ ഈ പർവ്വതം ഉയർത്തിയത്, അതും ഒറ്റ കൈ കൊണ്ട്, അല്ലെ, ഒരു ചെറുവിരൽ കൈ കൊണ്ട്. നന്ദമഹാരാജാവേ, ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട്. അങ്ങയുടെ പുത്രൻ ഏതോ ദേവനാണ്. ഒരിക്കലും അവനൊരു സാധാരണ ബാലനല്ല. ഒരു പക്ഷേ ഇനി സാക്ഷാൽ ഭഗവാൻ തന്നെ ആവുമെന്ന് ആണ് പറഞ്ഞത്. മതി, ഭഗവാൻ തന്നെ ആവാനും മതി. എന്നാൽ ഇപ്പോഴും അവർക്ക് തീർച്ചപ്പെടുത്താൻ പറ്റുന്നില്ല. ഭഗവാൻ തന്നെ ആവാനും മതി എന്നുള്ള സംശയത്തിലാണ്. ഭഗവാൻ തന്നെയാണ്, സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. ഇത് കേട്ട് നന്ദൻ പറഞ്ഞു, പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, നിങ്ങളുടെ സംശയങ്ങൾ അകറ്റാൻ അന്ന് കൃഷ്ണൻ നാമകരണം നടത്താൻ വന്നപ്പോൾ ഗർഗമുനി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ഞാൻ അറിയിക്കാം. അതായത് ഈ കുട്ടി ഓരോ യുഗത്തിലും ഓരോ നിറത്തോടും കൂടിയാണ് അവതരിച്ചത്. വൃന്ദാവനത്തിൽ ആകട്ടെ ശ്യാമവർണ്ണനായിട്ട് അവതരിച്ചു. അതുകൊണ്ട് ആണ് കൃഷ്ണൻ എന്ന പേരിട്ടത്. ശ്യാമവർണ്ണനായിട്ട് അവതരിച്ചുകൊണ്ടാണ് ഭഗവാനെ ഇങ്ങനെയുള്ള കൃഷ്ണൻ എന്ന ഓൾ അട്രാക്ഷൻ. കൃഷ്ണ ഈസ് അട്രാക്റ്റീവ്. ഭഗവാന്റെ ആകർഷണീയനാണ് കൃഷ്ണ എന്ന് പറഞ്ഞാൽ. അങ്ങനെ പോയ 3 യുഗങ്ങളിലും ഇവന് ശുക്ലം, രക്തം, പീതം എന്നീ നിറങ്ങളായിരുന്നു. ഒരിക്കൽ ഇവൻ വാസുദേവന്റെ പുത്രനായി ജനിച്ചിരുന്നു. അതറിയാവുന്നവർ ഇവനെ വാസുദേവൻ എന്ന് വിളിക്കുന്നു. അതാണ് നമ്മൾ അമ്പലപ്പുഴ അമ്പലത്തിലെ പായസം വാസുദേവാ എന്ന വിളി കേട്ടിട്ടില്ലേ? അതാണ് വാസുദേവന്റെ പുത്രനായി ജനിച്ചിരുന്നു. അതറിയാവുന്നവർ ഇവനെ വാസുദേവൻ എന്ന് വിളിക്കുന്നു. വാസ്തവത്തിൽ എൻ്റെ പുത്രന് അവൻ്റെ ഗുണകർമ്മങ്ങൾക്ക് അനുസരണമായി അനേകം നാമങ്ങളുണ്ട്. ഇവൻ എൻ്റെ കുടുംബത്തിന് സർവ്വവിധമായ ശ്രേയസ് ഉണ്ടാക്കുമെന്നും ഗോപവൃന്ദത്തിന് മുഴുവൻ പരമാനന്ദമരുളുമെന്നും ഗർഗമുനി എന്നോട് പറഞ്ഞിരുന്നു. അതികഠിനമായ അനേകം വിഷമതകൾ നമുക്ക് നേരിടേണ്ടി വരുമ്പോഴൊക്കെ ഈ കുട്ടിയുടെ അനുഗ്രഹത്താൽ അവയിൽ നിന്നൊക്കെ നാം രക്ഷപ്പെടും. അതാണ് ഭഗവാനെ ആര് ഉപാസിക്കുന്നു, ഭഗവാന്റെ നാമം ആര് ജപിക്കുന്നു, അതാണ് ഭഗവാൻ പറയാറുള്ളത്. സമൂഹം സർവഭൂതേഷു, എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. നമോ ദേഷ്യസ്തിനപ്രിയ, എനിക്ക് ആരോടും ദേഷ്യമോ വൈരാഗ്യമോ ഇല്ല. ഇവിടെ ഇനി എന്താ പറയുന്നത് അടുത്തൊരു ശ്ലോകത്തിൽ? ഹേ ഭജന്റേത് മാം ഭക്ത്യാം, എന്നെ ആര് ഭജിക്കുന്നു അവരോട് എനിക്ക് അല്പം താല്പര്യം കൂടുതലാണ്. അങ്ങനെയുള്ള ഒരു ഭക്തനാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ ആശ്രയത്തിൽ ജീവിക്കാനും ആ അനുഗ്രഹത്താൽ അവയിൽ നിന്നൊക്കെ നാം ഇതിൽ നിന്നും എല്ലാവിധമായ അപകടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ശോകമോഹ ഭയം അല്ലേ, ഇതൊക്കെയാണ് കലിയുഗത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താ, നമുക്കുള്ള എപ്പോഴും ആ ഒരു ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ നിന്നുണ്ടാകുന്ന ആ ഒരു
ചഞ്ചലം. എന്ത് വേണം, എന്ത് ചെയ്യണം, ഭഗവാനെ വിളിക്കണോ അല്ലെങ്കിൽ മറ്റുള്ള ഭൗതികമായ രീതിയിലേക്ക് പോകണോ എന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല പല സന്ദർഭങ്ങളിലും. അങ്ങനെ ഇതിൽ നിന്നൊക്കെ നമ്മളെ പരാജയമേൽക്കാതെ നമ്മൾ കാക്കുന്ന, നമ്മളെ ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്ന ആ ഭഗവാൻ വൈകുണ്ഠ പുത്രൻ ചോദിക്കുകയാണ്, എൻ്റെ പുത്രൻ വൈകുണ്ഠ ദേവന് തുല്യനാണെന്ന ഐശ്വര്യവും കീർത്തിയും അതീന്ദ്രമായ സൗന്ദര്യവും വിസ്മയകരമായ കർമ്മങ്ങളും അതിൽ കണ്ട് ആരും ആശ്ചര്യപ്പെടേണ്ടതില്ലെന്നും എന്ന് എന്നെ അറിയിച്ചിട്ടാണ് ഗർഗമുനി സ്വഗ്രഹത്തിലേക്ക് മടങ്ങിയത്. അതിനുശേഷം ഇന്ന് വരെ ആ കുട്ടിയുടെ അത്ഭുത കാര്യങ്ങൾ നാം നിരന്തരം കാണുന്നുണ്ട്. ഗർഗമുനി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇവനെ സാക്ഷാൽ നാരായണൻ തന്നെയോ അതല്ലെങ്കിൽ നാരായണന്റെ ഒരു സമ്പൂർണ്ണ അംശമോ ആണെന്ന് ഞാൻ കരുതിയിരിക്കുന്നു. അപ്പൊ ഭഗവാൻ കൃഷ്ണന്റെ കർമ്മങ്ങളെ നിത്യവും കണ്ടും കേട്ടും ആനന്ദ സമുദ്രത്തിൽ ആറാടി കൃഷ്ണനെ കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുത്തതിന് അവർ നന്ദനെ വാഴ്ത്തുകയും ചെയ്തു. അവർ പറഞ്ഞ അത്യന്തം ദയാലുവും കോമളനും കാരുണ്യവാനുമായ കൃഷ്ണൻ നമ്മെ രക്ഷിക്കട്ടെ. യാഗവിഘ്നത്താൽ ക്രുദ്ധനായി ഇന്ദ്രൻ നിയോഗിച്ച മേഘങ്ങൾ ഇടിമിന്നലും കൊടുങ്കാറ്റുമൊത്ത് പൊഴിച്ച ജലവർഷമേറ്റ് സ്ത്രീകളും ഗോപന്മാരും സുശാന്തമായ ശുദ്ധസത്വമാകല അജ്ഞാനം മൂലമുണ്ടാകുന്ന സംസാരബന്ധം അങ്ങയ്ക്കില്ല. കഠിനമായ തപോനുഷ്ഠാനങ്ങളിലൂടെ രജസ്തമോ ഗുണങ്ങൾ വെടിയുന്നവനെ മാത്രമേ അങ്ങയുടെ ധാമത്തെ പ്രാപിക്കാനാവൂ. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അതാണ് നമ്മൾ ത്രിഗുണങ്ങളിൽപ്പെട്ട് സത്വം രജോ തമോ ഗുണങ്ങളിൽ നിന്ന് നമ്മൾ എപ്പോഴും അതീന്ദ്രിയമായ ശുദ്ധ ഭക്തിയുത സേവനത്തിലേക്ക് നമ്മൾ ഉയരണം. എന്നാൽ മാത്രമേ നമുക്ക് ആ കഠിനമായ തപാനുഷ്ഠാനങ്ങളിലൂടെ ഇതൊക്കെ ഈ ത്രിഗുണങ്ങൾ നമ്മൾക്ക് വെടിയണം. അതിനൊക്കെ വെടിയുന്നവന് മാത്രമേ അങ്ങയുടെ ധാമത്തെ പ്രാപിക്കാനാവൂ. എൻ്റെ സാമ്രാജ്യത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ എന്താ പറയണ്ടത്, നിറഞ്ഞ മനസ്സോടെ ശുദ്ധമായ ഭക്തിയുത സേവനം, ആ സേവനങ്ങൾ വഴിയേ ഭഗവത് പ്രാപ്തി കൈവരിക്കാം. അതും അതീന്ദ്രിയമായ ശുദ്ധതലത്തിൽ സത്വഗുണം തമോ ഗുണം രജോ ഗുണങ്ങൾക്ക് ഉപരിയായിട്ട് ആ ഇതിലേക്ക് നമ്മൾ ഉയരണം. അപ്പൊ തമോ ഗുണത്തിലാണെങ്കിൽ രജോ ഗുണത്തിലേക്ക് വരണം, രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്ക് വരണം, സത്വഗുണത്തിലേക്ക് അതീന്ദ്രിയമായ ശുദ്ധ ഭക്തി സേവനത്തിലേക്ക് വരണം. അതാണ് പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങ് പരമോന്നതനായ പിതാവാണ്, പരമ ആചാര്യനാണ്, സർവാധിപതിയാണ്, അല്ലെ? ആണെന്നാണ് എല്ലാ ശാസ്ത്രങ്ങളും ആണെന്നാണ്. നമുക്കും ഒരു സംശയം വേണ്ട, നമുക്കും അത് തന്നെയാണ് പറയുന്നത്. അല്ല, ആർക്കെങ്കിലും സംശയമുണ്ടോ അതിന്? ഭഗവാനാണ് എല്ലാത്തിൻ്റെ അധിപൻ. ഭഗവാനെ അല്ലാതെ വേറൊരു നമ്മുടെ പരംപിതാവ് ശ്രീകൃഷ്ണ ഭഗവാനാണ്. അതിൽ നിന്ന് ആർക്കെങ്കിലും മാറ്റമുണ്ടോ? എന്താണ് അതാണ് അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും ഭഗവാന്റെ നാമരൂപ ഗുണലീലകൾ വാഴ്ത്തണം, പറയണം, ഭാഗവതം വായിക്കണം, ഭഗവത്ഗീത പഠിക്കണം, ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കണം. എന്തിനു വേണ്ടിട്ടാ? ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അല്ലേ? നമ്മുടെ അച്ഛൻ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അച്ഛനെ തൃപ്തിപ്പെടുത്താൻ എന്താ, അമ്മ ചായ ഉണ്ടാക്കി വയ്ക്കും, അല്ലെ അതുണ്ടാക്കി വയ്ക്കും, അല്ലെ എന്തൊക്കെയോ ഒക്കെ ചെയ്തു വയ്ക്കും. എന്തിനാ? കാര്യങ്ങളൊക്കെ സന്തോഷിപ്പിക്കാൻ, അവരെ സന്തോഷിപ്പിച്ച് എന്താ അവർ വളരെ പ്രാധാന്യമേറിയ ഒരു കർമ്മം ചെയ്തിട്ടാണ് വരുന്നത്. നിത്യവും ജോലിയിൽ വളരെ വ്യാപൃതരായിട്ട് ഉത്തരവാദിത്തമുള്ള ഓഫീസ് വർക്കുകളോ എന്ത് വർക്കാണെങ്കിലും ജോലിയാണെങ്കിലും ചെയ്ത് അവർ വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് ദാഹിക്കുന്നവർക്ക് ചായ കൊടുത്തും വെള്ളം കൊടുത്തും അല്ലെങ്കിൽ മറ്റുള്ള ഉപഹാരങ്ങൾ അർപ്പിച്ചും അവരെ സ്വീകരിച്ചും അവർക്ക് മുട്ടുവേദന ഉണ്ടെങ്കിൽ കുഴമ്പ് ഇട്ട് കൊടുത്തു, അങ്ങനെ പല അവരുടെ ആരോഗ്യത്തെ പറ്റിയും അവരുടെ സന്തോഷത്തെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുകയും പറയുകയും അങ്ങനെയൊക്കെയാണ് കുട്ടികളും അമ്മമാരും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതേപോലെ ആ ആത്മീയ ഭഗവാനെ, പരംപിതാവായ ഭഗവാനെ നമ്മൾ സ്നേഹിക്കണം. അതാണ് നമ്മുടെ പരംപിതാവിനായ ശ്രീകൃഷ്ണ ഭഗവാനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭഗവാനോട് പറയാം. ഭഗവാൻ എല്ലാം ശ്രദ്ധിക്കുകയും കേൾക്കുകയും അതിന് ശരിയായിട്ടുള്ള ഒരു തിരിച്ചറിവിൽ നമ്മൾ ഭക്തി ആണ് ഭഗവാനെ ആശ്രയിക്കുന്നുവെങ്കിൽ ഭഗവാൻ അതൊരു അഭയസ്ഥാനം തന്ന് നമ്മളെ സ്വീകരിച്ച് നമ്മളെ രക്ഷിക്കും എന്നാണ് ഭഗവാൻ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. എന്താ? ഭക്തന്മാരെ ഞാൻ രക്ഷിച്ചു കൊള്ളാം, നമേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തരെ ഞാൻ രക്ഷിച്ചു കൊള്ളാം. പക്ഷെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? എന്താ? ഭഗവാനെ ആശ്രയിക്കുക, ഭഗവാന്റെ സർവധർമ്മ പരിത്യജ, ഉപേക്ഷിക്കൂ, എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് എന്നിൽ ശരണാഗതി പ്രാപിക്കൂ. മാമേകം ശരണം പ്രജ, ഞാനാണ് എല്ലാത്തിൻ്റെയും എല്ലാ സർവത്തിൻ്റെയും ഉടമസ്ഥാവകാശി,
എന്നിൽ നിന്നാണ് എല്ലാം പുറപ്പെട്ടത്. എൻ്റെ അനുവാദമുണ്ടെങ്കിലേ എല്ലാം നിങ്ങൾക്ക് യജ്ഞങ്ങൾ ചെയ്ത് എൻ്റെ നാമം ജപിച്ച് യജ്ഞം ചെയ്താലേ എല്ലാം കൃഷിയെല്ലാം നടക്കുകയുള്ളൂ. ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ? അപ്പം അങ്ങനെയുള്ള പരംപിതാവായ പരമദിവ്യപുരുഷനെ ഭഗവാനെ ഭൗതികമായ ഐശ്വര്യത്തിൽ അഹങ്കരിച്ച് അങ്ങയുടെ അളവറ്റ ശക്തിയെക്കുറിച്ച് അറിയാതെ നമ്മൾ ഭഗവാന്റെ ഈ ഷഡൈശ്വര്യം, ഭഗവാൻ ഇത്രയും ബലം, കീർത്തി, ഐശ്വര്യം, ഇങ്ങനെയുള്ള ഐശ്വര്യങ്ങളൊക്കെ ഉള്ളതാണ്, ഭഗവാന്റേതാണ്, ഭഗവാനുള്ളതാണ്. അതെല്ലാം നമ്മൾ മറന്നുപോയിട്ട് ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ കൊടിയ അപരാധമെന്നോണം പ്രവർത്തിച്ച് അല്ലെ? അങ്ങനെയാണ് ഇന്നത്തെ ജനസമൂഹം. പല എന്താണോ ഭഗവാൻ, ആരാണ് ഭഗവാൻ, എന്തിനാണ് ബലം, എന്തിനാണ് നമ്മുടെ ജീവാത്മാവ് എവിടാണ്, ആരാണ് പരമാത്മാവ്, ആരാണ് ഞാൻ, ആരാണ് എന്നിൽ കുടികൊള്ളുന്ന ആരാണ്, എന്നെ ഈ ശക്തി തരുന്ന ആരാണ് എന്നൊന്നും ചിന്തിക്കാതെ അഹങ്കാരത്തോടെ ഞാൻ 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 എന്നുള്ള അഹങ്കാരത്തോടെ ഇതെൻ്റേതാണ്, ഞാൻ ജോലി ചെയ്യുന്നു, ഞാൻ പൈസ ഉണ്ടാക്കുന്നു, അതിലെന്താ ഭഗവാനാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. കാരണം ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ, ഭഗവാൻ അറിയാതെ ഒരു പുൽക്കൊടി പോലും അനങ്ങില്ല. അതാണ് പരമസത്യം എന്ന് പറയുന്നത്. സത്യം പരം ധീമഹി ധർമ്മപ്രോചിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമാതൃപസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാവരീരീശ്വര സദ്യോ ഹൃദ്യവരുത്തി ശുശ്രൂഷിതിഷ്ഠനാഥ്. അങ്ങനെയുള്ള പരമസത്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ എല്ലാം പരമസത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ധർമ്മമാണ് നമ്മൾ നിലനിർത്തേണ്ടത്, ആ ധർമ്മമാണ് പഠിക്കേണ്ടത്, ആ ധർമ്മമാണ് ആചരിക്കേണ്ടത്. ഇങ്ങനെയായാൽ നമ്മുടെ മനുഷ്യരാശിക്ക് ഏറ്റവും സന്തോഷപരമായിട്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ആ ശാശ്വതമായ ആനന്ദം അനുഭവിക്കാനും അതിലൂടെ നമുക്ക് ജീവിത വൃത്തിയിൽ നിലനിർത്താനും നമ്മുടെ പരമ്പരകളെ 7 തലമുറ രക്ഷിക്കാനും കഴിവുള്ളതാണ് ആ മഹാമന്ത്രം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അതാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാന്റെ മന്ത്രം എപ്പോഴും ഉരുവിടണം, ഏത് സാഹചര്യത്തിലും. സാങ്കേത്യം പാരിഹാസ്യം സ്തോപം ഹേളനമേവച. സാങ്കേതിക വിദ്യയോടുകൂടി മൃദംഗം, കരത്താല എന്നിവ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭജനയായിട്ടോ കീർത്തനമായിട്ടോ ജീവിക്കാം. സാങ്കേത്യം പാരിഹാസ്യം എന്താ ഇപ്പോൾ എല്ലാവരും ഹരേ കൃഷ്ണക്കാരാണ്, അല്ലെങ്കിൽ എപ്പോഴും നാമം ജപിച്ച് നടക്കുന്നു, കയ്യിലൊരു ബാഗുമായിട്ട് നാമം ജപിച്ച് നടക്കുന്നു എന്നുള്ള സമൂഹത്തിൽ നിന്നും നമ്മുടെ ബന്ധുക്കളിൽ നിന്നുമൊക്കെ പല നമ്മളെ ഒരു അവഹേളന രൂപത്തിൽ, കളിയാക്കുന്ന രൂപത്തിലൊക്കെ അവർക്ക് രക്ഷപ്പെടും എന്ന് പറഞ്ഞു. അതിലൂടെ അവർ രക്ഷപ്പെടും. കാരണം ഭഗവാന്റെ പേര് പറഞ്ഞാണ് ഇതെല്ലാം കളിയാക്കുന്നത്. സാങ്കേത്യം പാരിഹാസ്യം കോപം ഹേളനമേവച വൈകുണ്ഠ നാമഗ്രഹണി. അപ്പൊ ഏത് രീതിയിലാണ് ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ സാങ്കേതിക വിദ്യയോടുകൂടി നമ്മൾ മൃദംഗം, കരത്താല ഇങ്ങനെയുള്ള സാങ്കേതികമായ വിദ്യകൾ ഉപയോഗിച്ച്, ഹാർമോണിയം ഉപയോഗിച്ച് ഇങ്ങനെ ഭഗവാന്റെ കീർത്തനം ചെയ്യാം. അതിലൂടെ നമുക്ക് പിന്നെന്താ പാരിഹാസ്യം സ്തോപം ഹേളനമേവച. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഭഗവാന്റെ ഭക്തനാകുക എന്നാണ് കലിയുഗത്തിൽ ഏറ്റവും പ്രാധാന്യം. ആ ഭക്തനായി കഴിഞ്ഞാൽ നമുക്കൊന്നും പേടിക്കണ്ട. നമ്മളിലുള്ള ശോകമോഹ ഭയങ്ങളെല്ലാം മാറിക്കിട്ടും. നമ്മളിലുള്ള ശത്രുഛേദൈക മന്ത്രം, ശത്രുക്കളെക്കാൾ വെട്ടി നിരത്തുമെന്നാണ്. വെട്ടിയോ ആട്ടിയോ അടിക്കും. ആരാണ് നമ്മുടെ ശത്രുക്കൾ? ആരാണ്? പറയൂ, ആരാണ് നമ്മുടെ ശത്രുക്കൾ? കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ. അല്ല അടുത്ത വീട്ടിലെ ബിന്ദു അല്ല അടുത്ത വീട്ടിലെ ആൾക്കാരല്ല. നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് നമ്മളിൽ തന്നെയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട ഒരേ ഒരു പ്രവൃത്തി ഭഗവാന്റെ കലിയുഗത്തിൽ ഭഗവാന്റെ നാമരൂപ ഗുണലീലകൾ വാഴ്ത്തുക, ജപിക്കുക, സേവനങ്ങൾ ചെയ്യുക. പത്രം പുഷ്പം ബലന്തോയം യോമേ ഭക്ത പ്രയശ്ചതി. ഭഗവാനെ മാല കെട്ടിയിടുക, ഭഗവാനെ ഏത് സമയം ഭഗവാനെ സ്മരിക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള ഭഗവാന്റെ നിത്യദാസനാണ് എന്നുള്ള ബോധം നമ്മൾ വഹിക്കണം. അതാണ് നമ്മുടെ ധർമ്മം. അതാണ് ആ ധർമ്മത്തിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുകയും അതിലൂടെ നമ്മുടെ എല്ലാ വിധമായിട്ടുള്ള ശക്തിയും അതിലുണ്ടെന്നാണ്. ആ ശക്തി ആണ് നാമത്തിൽ എല്ലാം ഉണ്ട്. ആ നാമത്തിൽ എല്ലാ ശക്തികളും ഉണ്ട്. അതുകൊണ്ട് ഭഗവാനെ അങ്ങ് പരമ്പൊരുളാണ്, അങ്ങ് പരമപുരുഷനും പരമാത്മാവുകയാൽ ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു. അങ്ങ് വാസുദേവ പുത്രനാണ്, സർവേശ്വരനായ കൃഷ്ണനാണ്, നിർമ്മല ഭക്തന്മാരുടെ നാഥനാണ്. എൻ്റെ സാഷ്ടാംഗ പ്രണാമം കൈക്കൊണ്ടാലും പരമജ്ഞാനത്തിൻ്റെ മൂർത്തിഭാവമാണ് അങ്ങ്. ഇഷ്ടമുള്ളിടത്ത് സ്വേച്ഛയെ സ്വീകരിച്ച് രൂപത്തോട് പ്രത്യക്ഷപ്പെടാൻ അങ്ങയ്ക്ക് കഴിയും.
സൃഷ്ടിയുടെ എല്ലാം മൂലകാരണമാണങ്ങ്. ജീവാത്മാക്കളെല്ലാം പരമാത്മാവുമാണ്. തികഞ്ഞ അജ്ഞത മൂലം കൊടുങ്കാറ്റും പേമാരിയും സൃഷ്ടിച്ച വൃന്ദാവനത്തിൽ ഞാൻ വിനാശം വിതയ്ക്കാൻ നോക്കി. എനിക്കുള്ള യാഗത്തിന് വിഘ്നം വരുത്തിയതിൽ വാശി പിടിച്ച് കോപക്രാന്തനായിട്ടാണ് ഗോകുലം മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഭഗവാനെ, അങ്ങ് എൻ്റെ ദുരഹങ്കാരത്തെ ശ്രമിപ്പിച്ച് എന്നിൽ കാരുണ്യവർഷം ചൊരിയുകയാണ് അങ്ങ് ചെയ്തത്. അതിനാൽ ഞാൻ അവിടുത്തെ പാതാരബിന്ദങ്ങളെ ശരണം പ്രാപിക്കുന്നു. ഭഗവാനെ, അങ്ങ് പരമനിയന്താവ് മാത്രമല്ല, ജീവാത്മാക്കളുടെ എല്ലാം പരമ ആചാര്യനാണ്. ഇപ്രകാരം ഇന്ദ്രന്റെ സ്തുതിവചനങ്ങൾ കേട്ട് ഭഗവാൻ കൃഷ്ണനെ മന്ദഹാസത്തോട് പറഞ്ഞു, എൻ്റെ അഹൈത്തുകമായ കാരുണ്യം നൽകാനും ഞാൻ നിന്റെ അധിപനാണെന്ന കാര്യം ഓർമ്മിപ്പിക്കാനും വേണ്ടിയാണ് യാഗം മുടക്കിയത്. അതാണ് പ്രധാന പോയിന്റാണത്. അതായത് എൻ്റെ അഹൈത്തുകമായ കാരുണ്യം നൽകാനും, ഭഗവാന്റെ കാരുണ്യം തരും, അതിനോടൊപ്പം എന്താ ചെയ്ത്, ഞാൻ നിന്റെ അധിപനാണെന്ന കാര്യം ഓർപ്പിക്കാനും, ഭഗവാന്റെ അധീനതയിലാണ് ഇവർ എന്നുള്ള കാര്യം ഓർപ്പിക്കാനും വേണ്ടിയാണ് യാഗം മുടക്കിയത്. നിന്റെ മാത്രമല്ല സർവ്വദേവന്മാരുടെയും അധിപനാണ് ഞാൻ. ഞാനാണ് സർവേശ്വരൻ എന്ന കാര്യം സദാ ഓർമ്മ വേണം. എല്ലാ പരംപിതാവ് പരമദിവ്യോത്തമകൃഷ്ണനായ ശ്രീകൃഷ്ണ ഭഗവാൻ ആകുന്നുള്ള കാര്യം നമുക്ക് എല്ലായ്പ്പോഴും ഓർമ്മ വേണം. നിന്റെ ഭൗതിക ഐശ്വര്യങ്ങൾക്കെല്ലാം കാരണം എൻ്റെ കാരുണ്യമാണെന്ന് മറക്കേണ്ട. അതാണ് നമുക്ക് കിട്ടിയ എല്ലാ ഭൗതിക ഐശ്വര്യങ്ങളും എല്ലാത്തിനും കാരണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പുൽക്കൊടി പോലും അനങ്ങണമെങ്കിൽ ഭഗവാന്റെ അറിവോടുകൂടി ആയിരിക്കും. അതാണ് അങ്ങനെയുള്ള അതെല്ലാവർക്കും ഓർമ്മ വേണം എന്നാണ് ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നത്. നിന്റെ പിന്നെന്താ, എന്തെന്നാൽ ഞാനാണ് സർവാധിപതി, എനിക്ക് ഉപരി ആരുമില്ല. ദുരഹങ്കാരത്തിന് കീഴ്പ്പെട്ടു പോയവന്റെ സർവ്വസമ്പത്തും ഞാൻ തിരിച്ചെടുക്കും. അഹങ്കാരത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ കൊട്ടു തരും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പൊ അതേപോലെ ദുരഹങ്കാരത്തിന് കീഴ്പ്പെട്ടു പോയവന്റെ സർവ്വസമ്പത്തും ഞാൻ തിരിച്ചെടുക്കും. അതിനും ഭഗവാൻ അതിനുള്ള കഴിവുണ്ട്. എൻ്റെ അഹൈത്തുകമായ കാരുണ്യം നൽകാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഓർപ്പിക്കണം. എന്തിനാ? നമ്മൾ തികഞ്ഞ മനസ്സോടെ ശുദ്ധമായ ഭക്തിയുത സേവനത്തിൽ വ്യാപൃതരാകുക. എന്നാൽ മാത്രമേ കലിയുഗത്തിൽ, നമ്മുടെ ഈ കലിയുഗത്തിൽ നമ്മുടെ എല്ലാവിധ ദോഷഫലങ്ങളെയും അത് ഗുണഫലങ്ങളാക്കി മാറ്റാൻ പറ്റുമെന്നാണ്. അപ്പൊ ഭക്തനെ ശരണാർത്ഥിയാക്കി തീർക്കാനാണ് ചിലപ്പോൾ സമ്പന്നന്റെ സർവൈശ്വര്യങ്ങളും ഭഗവാൻ പിൻവലിക്കുമെന്ന് കാര്യം ശ്രദ്ധേയമാണ്. ഇത് ഭഗവാന്റെ സവിശേഷമായ ഒരു അനുകൂലമാണ്. ഭൗതികമായി സകല ഐശ്വര്യങ്ങളുള്ള ഒരാളെ ചിലപ്പോൾ ഭഗവാൻ പരമദരിദ്രനാക്കി മാറ്റാറുണ്ട്. എന്നാൽ ഭഗവാനെ പൂജിച്ചതുകൊണ്ടാണ് ഈ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നത് ഒരിക്കലും ചിന്തിക്കരുത്. പരമഭക്തനായ ഒരാൾ തെറ്റായ കണക്കുകൂട്ടലിന്റെ ഫലമായി ഐശ്വര്യമതത്താൽ ഭൗതിക പ്രകൃതിയെ ഗർവോടെ അടക്കി ഭരിക്കാൻ പുറപ്പെട്ടാൽ അവനെ തൻ്റെ ശരണാർത്ഥിയാക്കി തീർക്കാൻ വേണ്ടി അവന്റെ സർവ്വ ഐശ്വര്യങ്ങളും തട്ടിയെടുത്ത് അവനിൽ ഭഗവാൻ കാരുണ്യവർഷം പൊഴിക്കും. പിന്നീട് ഇങ്ങനെയുള്ള ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകും. ഇത്രയും പറഞ്ഞ് ഭഗവാൻ കൃഷ്ണൻ ഇന്ദ്രനെ സ്വർലോകത്തേക്ക് യാത്രയാക്കി. പരമ്പൊരുളായ ഭഗവാന്റെ കീഴിലാണ് താനെന്ന കാര്യം ഒരിക്കലും മറക്കരുതെന്ന് ഇന്ദ്രനെ ഉപദേശിക്കുകയും ചെയ്തു. ദുരഹങ്കാരത്തിന് അടിമയാകാതെ സ്വർഗാധിപനായി തന്നെ തുടരാൻ അനുവാദവും നൽകി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഭഗവാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ജീവാത്മാക്കളുടെയും എല്ലാ വിവരങ്ങളും ഭഗവാൻ അറിയാം. ഇന്ദ്രനോടൊപ്പം ഉണ്ടായിരുന്ന സുരഭി, അതാണ് സുരഭി, പശുക്കളയുടെ പേരാണ് സുരഭി എന്ന്, കൃഷ്ണനെ നമസ്കരിച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ചു: പ്രിയപ്പെട്ട ഭഗവാനെ കൃഷ്ണ, അങ്ങ് യോഗേശ്വരനാണ്. കാരണം ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആത്മാവായി ആണ് അവിടുന്ന്. അങ്ങിൽ ഇരുന്നാണ് ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിന്റെ ആവിർഭാവം. അതുകൊണ്ടാണ് വൃന്ദാവനത്തിലെ എൻ്റെ സന്തതി പരമ്പരകളെ മുഴുവൻ കൊന്നെടുക്കാൻ ഇന്ദ്രൻ പരമാവധി ശ്രമിച്ചിട്ടും അവ അങ്ങയുടെ ആശ്രയത്തിൽ സുരക്ഷിതരായി ഭവിച്ചത്. അങ്ങല്ലാതെ മറ്റൊരു ഈശ്വരൻ ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ രക്ഷകനായി മറ്റാരും ദൈവമല്ല, ദേവനുമില്ല. അതിനാൽ അങ്ങ് ഞങ്ങളുടെ ഇന്ദ്രനാണ്. ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിന്റെ മുഴുവൻ പരംപിതാവാണ് അവിടുന്ന്. ഗോക്കളുടെയും ബ്രാഹ്മണരുടെയും ദേവന്മാരുടെയും തൃപ്പാദ
തൃപ്പാദ ഭക്തന്മാരുടെയും രക്ഷകനും സമർത്ഥകനുമാണ്. പ്രപഞ്ച പരമാത്മാവെ, ഞങ്ങളുടെ പാൽ കൊണ്ട് അവിടുത്തെ ഞങ്ങൾ അഭിഷേകം ചെയ്യട്ടെ. കാരണം അതാണ് സുരഭി പശു അപേക്ഷിക്കുകയാണ് ഇതൊക്കെ. ഞങ്ങളുടെ ഇന്ദ്രനാണ് ഭഗവാനെ അങ്ങ് ഭൂമിയിൽ അവതരിച്ച ഭൂഭാരം കുറയ്ക്കാനാണ്. അങ്ങനെ സുരഭിയുടെ പാൽ കൊണ്ട് കൃഷ്ണൻ അഭിഷേകത്തിനായി ഒൽപ്പം ഐരാവതത്തിൻ്റെ തുമ്പിക്കൈയിൽ കോരിയെടുത്ത സുരഗംഗയിലെ ജലം കൊണ്ട് ഇന്ദ്രനും ഭഗവാനെ അഭിഷേകം ചെയ്തു. തുടർന്ന് സുരഭിയോട് മറ്റു ദേവഗണങ്ങളോടും മാതാക്കളോടും ചേർന്ന് ഇന്ദ്രൻ ഭഗവാനെ സ്തുതിച്ചു. ഗോവിന്ദൻ ഭഗവാൻ കൃഷ്ണൻ അവരിൽ സന്തുഷ്ടരായി. സിദ്ധചാരണ ഗന്ധർവ പിതൃലോകവാസികളെല്ലാം ഒത്തുകൂടി നാമങ്ങൾ ഉരുവിട്ടു ഭഗവാനെ പ്രകീർത്തിച്ചു. അവരുടെ ഭാര്യമാരും മറ്റും സ്വർഗകുമാരികളും ആനന്ദനൃത്തം തുടങ്ങി നിരന്തരം പുഷ്പവൃഷ്ടി ചെയ്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തി. ചുരന്നൊഴുകുന്ന പാൽ കൊണ്ട് പശുക്കൾ ഭൂതലത്തെ ആർദ്രമാക്കി, നദികൾ നാനാരസമൊഴുക്കി, തരുനിര ധാരാളം തേനൊഴുക്കി, സസ്യസഞ്ചയങ്ങൾ വിവിധ തരത്തിലുള്ള പൂക്കളും കായ്കളും വഹിച്ചു. കണ്ണിന് അമൃതം പകർന്നു. പർവ്വതങ്ങൾ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന രത്നങ്ങളെ പുറത്തേക്ക് പ്രകാശിപ്പിച്ചു. ഭഗവാൻ കൃഷ്ണൻ ഈ വിധം അഭിഷക്തനായി നിൽക്കുമ്പോൾ ക്രൂര സ്വഭാവികളായ ജീവികൾ അവയുടെ അസൂയ വെടിഞ്ഞു നിന്നു. ഇങ്ങനെ വൃന്ദാവനത്തിലെ ഗോക്കളുടെ മുഴുവൻ അധിപനായി ഗോവിന്ദൻ എന്നറിയപ്പെടുന്ന ഭഗവാൻ കൃഷ്ണനെ സംപ്രീതനാക്കിയ ശേഷം അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ സുരാധിപനായ ഇന്ദ്രൻ ഇതര ദേവഗണങ്ങളോടും കൂടി തൻ്റെ ലോകത്തേക്ക് മടങ്ങി. കൃഷ്ണാവബോധം ലോകക്ഷേമത്തിന് ഇങ്ങനെ സഹായകമാകുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ മഹാസംഭവം. ക്രൂര സ്വഭാവികളായ ജീവികൾ പോലും അസൂയ വെടിഞ്ഞ് ദേവഗണങ്ങളുമായി ഉയർത്തപ്പെടുന്നു. അതാണ് ഏത് ആസുരിക സ്വഭാവമുള്ളവരെയും നമുക്ക് ഭക്തന്മാരാക്കി മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയൊരു നേട്ടം തന്നെ. അതായത് എല്ലാവരെയും ഒരുപോലെ ഭഗവത് നാമം ജപിക്കുന്നത് വഴി നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധ ലോഭമോഹ മത ആശ്ചര്യങ്ങളെല്ലാം മാറാനും അതിലൂടെ നമുക്ക് ഹരേ കൃഷ്ണ. അപ്പം അങ്ങനെ എന്താ പറയണേ, ക്രൂര സ്വഭാവികളായ ജീവികൾ പോലും അസൂയ വെടിഞ്ഞ് ദേവഗണമായിട്ടുള്ള ഉയർത്തപ്പെടുന്നു. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഏത് ക്രൂര സ്വഭാവം ഉണ്ടെങ്കിലും നമ്മൾക്ക് ഭഗവാന്റെ നാമം ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയം സാത്വികമായിട്ടുള്ള ഭാവത്തോടു കൂടി മാറും. അതിനു വേണ്ടിയിട്ടാണ് കൃഷ്ണാവബോധ പ്രസ്ഥാനം ഇന്നെല്ലാ ലോകമെമ്പാടും ഭഗവാന്റെ നാമങ്ങൾ പ്രചരിപ്പിച്ചും ഭഗവാന്റെ നാമം ജപിച്ചും ഏത് സ്ഥലമായാലും എവിടെ ഇരുന്നാലാണെങ്കിലും ഭഗവാന്റെ കൃഷ്ണഭക്തി ചെയ്തുകൊണ്ട് അവരെല്ലാം ജീവിതത്തിൻ്റെ പരിപൂർണത കൈവരിക്കാനും ശാശ്വതമായ ബന്ധം മനുഷ്യജീവിതത്തിൽ പുനഃസ്ഥാപിക്കാനും ഒരേ ഒരു അഭിപ്രായം, നാമവിനു കലികാലെ നഹിയാര ധർമ്മ എന്നാണ് പറയുന്നത്. നാമവിനു കലികാലെ നഹിയാര ധർമ്മ സർവമന്ത്രസാര നാമ ഏയ് ശാസ്ത്രധർമ്മ. ഈ കലിയുഗത്തിൽ തിരുനാമജപം അല്ലാതെ മറ്റൊരു മതാനുഷ്ഠാനവും ഇല്ല. ഇതാണ് എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സാരാംശം.
ഗോലോകേര പ്രേമധന ഹരിനാമ സങ്കീർത്തനം നമ്മൾ എപ്പോഴും ജപിച്ചാൽ മതി. ആ ഹരിനാമ സങ്കീർത്തനത്തിന്റെ അതീന്ദ്രിയമായ സ്പന്ദനം ആത്മീയ ലോകത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്തതൊന്നുമല്ല, ആത്മീയ ലോകത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. അപ്പൊ ആ ഒരു ഭഗവാന്റെ നാമം എവിടെ ഇരുന്നാണോ എപ്പോഴും ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് വളരെ പാപപങ്കിലങ്ങളിലൊന്നും പെടാതെ വളരെ സോഫ്റ്റായിട്ട്, വളരെ ഒരു ഒരു ജീവദ്വയ വൈഷ്ണവ സേവ, ജീവാത്മാക്കളോട് ദയ വേണം. ആ ദയ ഉണ്ടാവും. അതാണ് ഏറ്റവും പ്രാധാന്യമായി. എല്ലാ ജീവാത്മാക്കളോടും ജീവദ്വയ വൈഷ്ണവ സേവ, പിന്നെന്താ, നാമസങ്കീർത്തനം. ഈ 3 കാര്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് സമയത്തും ഭഗവാന്റെ സേവനത്തിൽ മുഴുകി ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് ജീവിക്കാനും അതിലൂടെ നമുക്ക് ഭഗവത് പ്രാപ്തി കൈവരിക്കാനും ഉതകുന്ന തരത്തിൽ അതിനാണ് നമ്മൾ ഈ കഥകളിലൂടെയൊക്കെ നമുക്ക് അതിൻ്റെ തത്വം മനസ്സിലാക്കിയെടുത്ത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. എല്ലാവരും അത് ശ്രവിച്ച് അതിനുള്ള കാര്യങ്ങളൊക്കെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നമുക്ക് 4 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ച് നാമം ജപിച്ച് ഇന്ന് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 രാമ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ. കൃഷ്ണ എല്ലാവർക്കും കൃഷ്ണ രാമ രാമ